ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനുവിൻ്റെയും സൂരജിൻ്റെയും കല്യാണത്തോടുകൂടി മീനൂസ് കിച്ചൺ എന്ന സീരിയല് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം കിട്ടിയെന്ന് കരുതി നീ വലിയ മിടുക്കനായെന്നൊന്നും കരുതണ്ട. ഈ കേസ് അന്വേഷിക്കുന്ന ഞാനാണെങ്കിൽ നിന്നെ ഞാൻ പൂട്ടിയിരിക്കും. ഇനി എന്ത് കാഴ്ച കാണാൻ നിൽക്കുക വാടോന്നും പറഞ്ഞ് ബാക്കി പോലീസുകാരെ വിളിച്ച് ദേഷ്യത്തോടെ മെർലിൻ സ്റ്റേഷനിലേക്ക് കയറി പോകും. ശാരികയുടെ അടുത്ത് ചെന്ന് സൂരജ് പറയുന്നുണ്ട്, ഈ ഉപകാരം മരണം വരെ ഞാൻ മറക്കില്ല വക്കീലെ. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, എത്രയും വേഗം നമുക്ക് വിവാഹ സ്ഥലത്തെത്തണം. സൂരജിനെ അവിടെ എല്ലാവരും കാത്തിരിക്കാന്ന് ശാരിക പറയും. പിന്നീട് മീനു ശാരികയും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്നുണ്ട്. സൂരജ് കല്യാണ ചെറുക്കന്റെ വേഷത്തിൽ ഒരുങ്ങിയാ വന്നേക്കുന്നത്. ശാരിക സൂരജിനോട് പറയുന്നുണ്ട്, എന്തു പറ്റി, ആളും ബഹളവും ഒന്നും കാണുന്നില്ലല്ലോ, വാന്നും പറഞ്ഞ് അവനെ വിളിച്ച് അകത്തേക്ക് നടക്കും. സൂരജിനെ കണ്ട് സുകുമാരൻ ഓടി വരുന്നുണ്ട്. മോനെ, നീ വന്നോ? നീ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എന്താണേലും കൃത്യസമയത്ത് നീ വന്നല്ലോ. നീ പറഞ്ഞ വാക്ക് നീ പാലിച്ചു. പക്ഷെ ഇവിടെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. അതിന് ഇവിടെ എന്താ പ്രശ്നം എന്ന് സൂരജ് ചോദിക്കുമ്പം സുകുമാരൻ പറയുന്നുണ്ട്, മീനുവിനെ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? അതിന് മീനു എവിടെ പോയി? ശാരികയ്ക്കും സൂരജിനും ഒരേപോലെ ഞെട്ടലാണ്. സുകുമാരൻ പറയും, അറിയില്ല, ആരോ തട്ടിക്കൊണ്ട് പോയിന്നൊക്കെയാ ചിന്താമണി പറയുന്നത്. ഈ സമയം മീനുവിനെയും കൊണ്ട് ഗുണ്ടകള് ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. കാറിൽ നിന്ന് ആദ്യം മഹിമ ഇറങ്ങും. മഹിമയെ മീനു കാണുന്നില്ലാന്ന് തോന്നുന്നു. ബാക്കി ഗുണ്ടകള് മീനുവിനെ വലിച്ചിറക്കുന്നുണ്ട്. 3 പേരാണ് അവര്. അവിടെ ഒരു ഗോഡൌണിലേക്ക് മീനുവിനെ കൊണ്ടുപോയി കയറ്റും. ഈ സമയം 2 റൈഡേഴ്സ് ഉണ്ട്, സോഫിയ ജിതിന്നും പേരുള്ളവർ. അതിൽ സോഫിയ ബൈനോക്കുലർ വെച്ച് ഒരു പെൺകുട്ടിയെ ആരൊക്കെയോ ചേർന്ന് ഒരു ഗോഡൌണിലേക്ക് കയറ്റുന്നതൊക്കെ കാണുന്നുണ്ട്. കൂടെയുള്ള ജിതിനെയും വിളിച്ച് സോഫിയ അത് കാണിച്ചു കൊടുക്കും. സോഫിയ പറയുന്നുണ്ട്, ആ പെൺകുട്ടിയെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു. ജിതിനും പറയും, അതെ, അതിനാണ് സാധ്യത. സുമതി ചിന്താമണിയെയും വലിച്ച് ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുവരും. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. സുമതി പറയും, ഈ സമയം സൂരജ് നിന്റെ കഴുത്തിലാ താലി കെട്ടാൻ പോകുന്നത്. മീനു എന്താണേലും ഇവിടെ ഇല്ലല്ലോ, നീ എത്രയും വേഗം ഒരുങ്ങി അങ്ങോട്ട് വരണം. ചിന്താമണി പറയും, പക്ഷെ അമ്മേ, ഞാനിനിയിപ്പോൾ എങ്ങനെ ഒരുങ്ങാനാ? ഇവിടെ ഒരുങ്ങാൻ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. സുമതി പറയും, നീ ഉടുത്തേക്കുന്ന സാരി ഇത് തന്നെ മതി, ഒരു കല്യാണപ്പെണ്ണിൻ്റെ സാരി പോലെയൊക്കെ ഉണ്ട്. പിന്നെ ആഭരണം എല്ലാം ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് സുമതിയുടെ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ ഊരി കൊടുക്കും. പൂവൊക്കെ നമുക്ക് ശരിയാക്കാമെന്ന് പറയും. അങ്ങനെ സുമതിയും കൂടി ചേർന്ന് ചിന്താമണി ഒരുക്കുന്നുണ്ട്. ഈ സമയം സുകുമാരൻ കുറച്ച് പൂവായിട്ട് വരും. ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് പൂ കിട്ടിയെന്ന് പറയുമ്പോൾ സുമതി പറയുന്നുണ്ട്, ഭാഗ്യം, ഇല്ലെങ്കിൽ പൂ ഇല്ലാതെ എൻ്റെ മോള് മണ്ഡപത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നേനെ. അച്ഛനും അമ്മയും മോളും നല്ല സന്തോഷത്തിലാണ്. മീനു ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? അവര് പറയും, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. മീനു ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, വല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ ഞാൻ പെട്ടുപോയത്. സൂരജ് സാറ് ഇപ്പോൾ അവിടെ വന്ന് കാണുവോ? ഈ സമയം ജിതിനും സോഫിയും കൂടി മീനുവിനെ ഇട്ടേക്കുന്ന ഗോഡൌണിന്റെ പരിസരത്തേക്ക് വരുന്നുണ്ട്. സോഫിയ അവരുടെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ തുടങ്ങുമ്പോൾ ജിതിൻ അവളെ തടയും. നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇതാണെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലവാ, അവര് 3 പേരും ഉണ്ട്. നമ്മളെ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാ, സൂക്ഷിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. മീനു ആ ഗുണ്ടകളോട് കൈകുപ്പി പറയുന്നുണ്ട്, ദേവി ഇത് എന്നെ വിട്ടയക്കണം, കുറച്ച് കഴിഞ്ഞ് നിന്നെ വിടാന്ന് അവര് പറയുമ്പോൾ മീനു പറയും, ഇന്ന് എന്റെ കല്യാണ ദിവസാ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, എന്നെ വിട്ടയക്കണം. അതിലൊരാൾ പറയും, വൈകുന്നേരം ആകുമ്പം വിട്ടേക്കാന്ന്. സോഫിയ ജിതിനോട് പറയുന്നുണ്ട്, ജിതിൻ, നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് നടന്നേക്കുന്നത്. ആ പെൺകുട്ടിയെ അവർ തട്ടിക്കൊണ്ട് വന്നതാ, ആ കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ജിതിൻ പറയും, അവര് 3 പേരുണ്ട്, അവരോട് ഏറ്റുമുട്ടി ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളത് റിസ്ക്കാ. പിന്നെ എന്ത് ചെയ്യുമെന്ന് സോഫിയ ചോദിക്കുമ്പോൾ ജിതിൻ പറയും, ഒരു വഴിയുണ്ട്, കുറച്ച് റിസ്ക് ആണ്, എന്നാലും നോക്കാന്നും പറഞ്ഞ് സോഫിയും കൂട്ടി കുറച്ച് അവിടുന്ന് മാറി നിൽക്കും. എന്നിട്ട് അവൻ്റെ ഉണ്ടായിരുന്നൊരു വിസിലെടുത്ത് ഊതുന്നുണ്ട്. ആ സൗണ്ട് കേൾക്കുമ്പോൾ ഗുണ്ടകളൊന്ന് പേടിക്കും. പോലീസാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ജിതിൻ കുറേ തവണ വിസിൽ ഊതുന്നുണ്ട്. ഗുണ്ടകൾ പറയുന്നുണ്ട്, ഇവിടെ പിടിച്ചോണ്ട് വന്ന കാര്യം പോലീസ് അറിഞ്ഞിട്ടുണ്ടാവും, പോലീസ് ഇവിടെ വളഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, നമുക്ക് 3 പേർക്ക് 3 വഴിയിലൂടെ പോയി നോക്കാമെന്നും പറഞ്ഞ് 3 പേരും 3 ദിശയിലേക്ക് പോകും. ഈ ഒരു സമയം നോക്കി സോഫിയയും ജിതിനും കൂടി ഗോഡൌണിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. മീനുവിൻ്റെ അടുത്ത് നിന്നിട്ട് വേഗം ഞങ്ങളുടെ കൂടെ വരാൻ പറയും. മീനു ചോദിക്കും, നിങ്ങളൊക്കെ ആരാ? എന്നെ എന്തിനാ തട്ടിക്കൊണ്ട് പോകുന്നത്? അവർ പറയും, ഞങ്ങൾ രക്ഷിക്കാൻ വന്നതാ, കാര്യങ്ങളെല്ലാം പറയാം, വേഗം വാന്നും പറയും. അന്നേരത്തേക്ക് ഗുണ്ടകളും വരും. ഗുണ്ടകളും ജിതിനും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. സോഫിയോട് ജിതിൻ പറയും, ആ കുട്ടിയായിട്ട് നീ വേഗം വെളിയിൽ ഇറങ്ങിക്കോളാൻ. സോഫിയ മീനുവായിട്ട് പുറത്തേക്ക് വരും. ജിതിന് ഒരുവിധം അവരെ കൈകാര്യം ചെയ്ത് പുറത്തേക്ക് വന്ന് ആ ഗോഡൌണിന്റെ ഷട്ടർ അങ്ങിടും. ഗുണ്ടകൾ അകത്ത് പെട്ടുപോകും. ഈ സമയം സോഫിയ മീനുവിന് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ജിതിൻ അങ്ങോട്ട് എത്തുമ്പോൾ എന്തായെന്ന് സോഫിയ ചോദിക്കുമ്പോൾ ജിതിൻ പറയുന്നുണ്ട്, അവരെ ഞാൻ അവിടെ ഇട്ട് പൂട്ടിയെന്ന്. മീനു പറയും, എൻ്റെ അവസ്ഥ മനസ്സിലാക്കി ദൈവം അയച്ച സുഹൃത്തുക്കളാ നിങ്ങള്. സോഫിയ ചോദിക്കും, സത്യത്തിൽ എന്താ സംഭവിച്ചത്? മീനു നടന്ന കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾ
അവള് പറയും സൂരജ് സാറ് അവിടെ എത്തിയിട്ടുണ്ടോന്ന് അറിയില്ല, കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗവും ഇല്ല, എന്നെ പിടിച്ചോണ്ട് വന്നവരുടെ ലക്ഷ്യം എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. ജിതിൻ പറയും അതിനി മനസ്സിലാക്കാൻ എന്താ, നിങ്ങളുടെ കല്യാണം മുടക്കുക, അത് തന്നെ, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മണ്ഡപത്തിലേക്ക് എത്താം. മീനു പറയും സമയത്തിന് എത്താൻ പറ്റുമെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്, ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. സോഫിയ പറയും എത്ര ദൂരം ഉണ്ടെങ്കിലും മീനുവിന്റെ സൂരജിന്റെ കല്യാണം നടക്കണം, അതാണല്ലോ ഇപ്പൊ ആവശ്യം. എന്താണേലും നമുക്കൊരു ടാക്സി വിളിക്കാന്നും പറഞ്ഞ് ജിതിൻ അവരെയും കൂട്ടി പോകും. ജിതിന്റെ പുറകെ ഓട്ടോയിൽ സോഫിയും മീനുവും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്നുണ്ട്. പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് മാനേജ് ചെയ്തോളാം, മീനു വാന്ന് സോഫിയ പറയും. അങ്ങനെ 3 പേരും കൂടി ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് ചെല്ലും. മീനു ആണ് മുന്നേ ചെല്ലുന്നത്. മീനുവിനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനമാവും. മോളെ മീനു എന്നും പറഞ്ഞ് പാർവതി മീനുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. നീ എവിടെയായിരുന്നു മോളെ, ആരോടും പറയാതെ നീ ഇതെങ്ങോട്ടാ പോയത്? അമ്മമ്മ ചോദിക്കും ഞങ്ങളെ എല്ലാവരെയും നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ. ശാരിക ചോദിക്കും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി സൂരജ് ഇവിടെ വന്നപ്പം താലി കെട്ടാൻ മീനു ഇല്ല, മീനു എന്തിനാ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയത്? മീനു മിണ്ടാതെ നിൽക്കുമ്പം പാർവതി പറയും എന്താ മോളെ, എന്താന്ന് വെച്ചാ പറ. മനോഹരൻ പറയും ഞാൻ പറഞ്ഞ പോലെയായി, കല്യാണപ്പെൺ ഇങ്ങിയത് തന്നെയാ. അന്നേരമാണ് ജിതിനും സോഫിയും കൂടി അകത്തേക്ക് വരുന്നത്. ജിതിൻ പറയും മീനു ഇവിടുന്ന് ഇറങ്ങിപ്പോയതൊന്നും അല്ല. സോഫിയ പറയും മീനുവിനെ ഇവിടുന്ന് ഒരു ഗുണ്ടാ സംഘം തട്ടിക്കൊണ്ടു പോയതാ. എല്ലാവർക്കും ഒരു ഞെട്ടലാണ്. സുകുമാരൻ പറയും ചിന്താമണി പറഞ്ഞ സത്യാന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. സോഫിയ പറയും ഞങ്ങൾ രണ്ടുപേരും ബൈക്ക് റൈഡേഴ്സ് ആണ്, യാദൃച്ഛികമായിട്ടാണ് ഈ സംഭവം ഞങ്ങളുടെ കണ്ണിപ്പെട്ടത്. പാർവതി പറയുന്നുണ്ട് എന്നാലും എന്റെ മോളോട് ഈ കൊടും ചതി ചെയ്തത് ആരായിരിക്കും, അവർക്കെന്താ ഇവളോട് ഇത്ര വിരോധം? സൂരജ് പറയും ഇതിന്റെ പിന്നില് ഇന്ദ്രജ തന്നെയാ, ആ കാര്യത്തില് എനിക്കൊരു സംശയവും ഇല്ല. ശാരിക പറയും ഇപ്പം തന്നെ പോലീസിൽ പരാതി കൊടുത്ത് അവരെയും ഗുണ്ടകളെയും അകത്താക്കുക വേണ്ടത്. ഇതെല്ലാം കേട്ടിരിക്കുന്ന പൂജാരി പറയുന്നുണ്ട് അതൊക്കെ പിന്നീട് നിങ്ങളെ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യുക, തൽക്കാലം മുഹൂർത്തം തെറ്റാതെ കല്യാണം നടക്കട്ടെ, അതിനുവേണ്ട ഒരുക്കങ്ങൾ എന്താന്ന് വെച്ചാൽ വേഗം ചെയ്യുക. എല്ലാവരും പല വഴിക്ക് പോകുന്നുണ്ട്. സുമതിക്ക് നല്ല സങ്കടമാണ്. സുകുമാരനോട് പറയുന്നുണ്ട് എല്ലാം പൊളിഞ്ഞല്ലോ സുഖുവേട്ടാ, കല്യാണ പെണ്ണായി ഒരുക്കി നിർത്തിയ ചിന്താമണിയോട് ഇനി എന്ത് പറയും? സുകുമാരൻ പറയും വേറെ ആരെങ്കിലും പറഞ്ഞറിയുന്നതിന് മുമ്പ് നീ തന്നെ ചെന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്ക്. കൊട്ടുമേള എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ചിന്താമണി ഒരുങ്ങി കല്യാണത്തിന് റെഡിയായിരിക്കുകയാണ്. സുമതി ചെല്ലുമ്പം ചിന്താമണി ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ലേറ്റ് ആയേ, ഞാൻ മണ്ഡപത്തിലേക്ക് ഇറങ്ങുമ്പം താലപ്പൊലിയൊക്കെ എടുക്കേണ്ട കുട്ടികൾ എവിടെ? സുമതി പറയും അത് പിന്നെ മോളെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, മീനു തിരിച്ചു വന്നു, സൂരജിന്റെ മീനുവിന്റെയും കല്യാണം നടക്കാൻ പോവാ, അതിന്റെ മേളവാ ഈ കേൾക്കുന്നതല്ല. ചിന്താമണിക്ക് ആദ്യം ഞെട്ടലും പിന്നീട് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വരും. അവള് തിരിച്ചു വരുമെന്ന് അറിയായിരുന്നെങ്കിൽ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു വേഷം കിട്ടിച്ചത്, എന്തിനാ എനിക്ക് വീണ്ടും ആശ തന്നത്? ഈ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്നോ? സൂരജേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷം കാത്തിരിക്കുമായിരുന്നു ഞാൻ. എല്ലാരും കൂടി എന്നെ ചതിച്ചില്ലേന്നും പറഞ്ഞ് ചിന്താമണി പൂവും ഒക്കെ വലിച്ചു ഊരുന്നുണ്ട്. വളയെല്ലാം ഊരിക്കളയും. സുമതി ചിന്താമണിയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. ചിന്താമണി നല്ല കരച്ചിലാണ്. ഈ സമയം നാരായണൻ വന്ന് ചോദിക്കും എന്താ എന്താ ഇവിടെ നടക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സുമതി പറയും എല്ലാം തേഞ്ഞടാ, നീ ഇട്ടേക്കുന്ന ഈ കല്യാണ ഡ്രസ്സ് വീട്ടിൽ കൊണ്ടുപോയി അലക്കി തേച്ച് അലമാരയെ വെച്ചേക്ക്, ഭാവിയിൽ ഉപകാരപ്പെടും. എന്താ സംഭവിക്കുന്നതെന്ന് നീ എങ്കിലും ഒന്ന് പറ ചിന്താമണി എന്ന് നാരായണൻ പറയുന്നുണ്ട്. ചിന്താമണി കരച്ചിൽ തന്നെയാണ്. സുമതി ചിന്താമണിയും കൊണ്ട് അവിടുന്ന് പോകും. എല്ലാവരും കല്യാണം കാണാൻ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുവാണ്. സൂരജ് മണ്ഡപത്തിലുണ്ട്. മേളങ്ങളും ഒക്കെ മുഴങ്ങുന്നുണ്ട്. ഈ സമയം മീനുവിനെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് വരും. ജിതിനും സോഫിയൊക്കെ മണ്ഡപത്തിലുണ്ട്. മീനു കല്യാണപ്പെണ്ണായി ഒരുങ്ങി സുന്ദരിയായിട്ടാണ് വരുന്നത്. സൂരജ് നിറഞ്ഞ പുഞ്ചിരിയോടെ മീനുവിനെ തന്നെ നോക്കിയിരിക്കും. മുഹൂർത്ത സമയമാകുമ്പം എല്ലാവരുടെ അനുഗ്രഹത്തോടെ സൂരജ് മീനുവിന്റെ കഴുത്തിൽ താലി ചാർത്തും. സുകുമാരനും സുമതിയും മാത്രം നല്ല ദേഷ്യത്തിലാണ്. ചിന്താമണിയെ മണ്ഡപത്തിൽ കാണാനില്ല. താലികെട്ടിനോടനുബന്ധിച്ചുള്ള ബാക്കി ചടങ്ങുകളും നടക്കുന്നുണ്ട്. ജിതിൻ സോഫിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെയെല്ലാം മംഗളമായി അവസാനിച്ച സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ യാത്ര തുടർന്നാലോന്ന്. സോഫി അതിന് സമ്മതം അറിയിക്കും. പാർവതിയോട് അമ്മമ്മ പറയുന്നുണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്ന പാർവതി ഇപ്പൊ ഇവിടെ നടന്നത്, ഇനി അങ്ങോട്ട് മരിച്ചു പോയാലും ഒരു കുഴപ്പമില്ല. പാർവതി പറയും അമ്മാളും അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ കൊച്ചുമോന്റെ മക്കളെയും ലാളിച്ച ശേഷം മാത്രം ഇവിടുന്ന് പോകൂ. പാർവതിയല്ലേ പറയുന്നേ. സൂരജും മീനുവും ഫോട്ടോ സെക്ഷനിലാണ്. അങ്ങനെ കാണിച്ചാണ് മീനൂസ് കിച്ചൺ അവസാനിക്കുന്നത്. പെറ്റമ്മയ്ക്കും പോറ്റമ്മയ്ക്കും ഇടയിൽ മീനു ജീവിച്ച കഥ 2 സെന്റൻസിൽ അവർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. മീനൂസ് കിച്ചൺ അവസാനിക്കുമ്പം നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് കമന്റ് ചെയ്യണേ. വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന ഒരുപാട് സീരിയലുകളുണ്ട്, അത് വെച്ച് നോക്കുമ്പം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പക്ഷേ ഇനിയും ഇതിൽ പറയാൻ ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. അതൊന്നും പറയാതെ തട്ടിക്കൂട്ടി അവസാനിപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവസാനം പോലും പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, പെറ്റമ്മയ്ക്കും പോറ്റമ്മയ്ക്കും ഇടയിൽ ജീവിച്ച മീനുവിന്റെ കഥ. എന്നിട്ട് പോലും ആ പെറ്റമ്മയുടെ കാര്യം പിന്നീട് പറയുന്നില്ല, ഒരു പ്രാധാന്യവും ഇല്ലാതാക്കി കളഞ്ഞു. ഇതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞതായതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല.
പിന്നെ മീനുവിൻ്റെ സൂരജിൻ്റെ കല്യാണ ദിവസം ജ്യോതികയ്ക്ക് എത്താൻ പറ്റാത്തതിൻ്റെ കാരണം ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ലിജോ പോലും വന്നിട്ടില്ല. ലിജോ മീനുവിൻ്റെ അത്ര അടുത്ത സുഹൃത്തായിരുന്നല്ലോ, എന്നിട്ട് ലിജോയെ പോലും കാണിക്കുന്നില്ല. മാത്രമല്ല സൂരജിനൊരു ജാമ്യം അനുവദിച്ചാണ് ഇറങ്ങിയേക്കുന്നത്. അല്ലാണ്ട് അവൻ നിരപരാധിയാണെന്നൊന്നും തെളിഞ്ഞിട്ടില്ല. ഇതിൻ്റെ പുറകെ കളിച്ച ഇന്ദ്രജയൊന്നും കുടുക്കിയിട്ടില്ല. മാത്രമല്ല മീനുവിനെ തട്ടിക്കൊണ്ട് പോയി ആ ഗോഡൗണിൽ ചെല്ലുന്ന വരെ മഹിമയുണ്ടായിരുന്നു. പിന്നെ മഹിമയുടെ കാര്യം കാണിക്കുന്നില്ല. എല്ലാം കൂടി ഒരു തട്ടിക്കൂട്ടൽ പോലെ ഉണ്ടായിരുന്നു. എവിടോ തുടങ്ങി എവിടോ അവസാനിച്ച പോലെയാണ്. പോട്ടെ, ഇപ്പം ഇങ്ങനെ തന്നെയാണ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ലാസ്റ്റ് സൂരജ് നിരപരാധിയാണെന്ന് കാണിച്ച് ഇന്ദ്രജയ്ക്കൊക്കെ ഒരു നല്ല ശിക്ഷ കിട്ടുന്ന പോലെയെങ്കിലും കാണിക്കായിരുന്നു. ഇത് യാതൊന്നും ഉണ്ടായില്ല. എങ്ങനെയോ അവരൊന്ന് അവസാനിപ്പിച്ചു, അത്രേ ഉള്ളൂ. മടുപ്പിക്കാതെ കഥ മുന്നോട്ട് പോയി. പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടായിരുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തിങ്കളാഴ്ച തൊട്ട് ഒറ്റശിഖരം എന്ന് പറയുന്ന പുതിയ സീരിയലിന്റെ റിവ്യൂവും കൂടി പറയുന്നതാവും. ആ സീരിയലിലും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.